നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി അടുത്ത് വരുമ്പോൾ പതിൽ നിന്ന് വ്യത്യസ്തമായി UDFിൽ ഇക്കുറി സീറ്റ് വിഭജന ചർച്ചകളൊക്കെ തന്നെ നേരത്തെ പൂർത്തിയാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. മുസ്ലിം ലീഗുമായി കോൺഗ്രസിന് പ്രത്യേകിച്ച് അഭിപ്രായ ഭിന്നതകളൊന്നും തന്നെയില്ല. CPI ജോയിനായി തിരുവമ്പാടി സീറ്റ് വിട്ടുകൊടുക്കാൻ ലീഗ് തയ്യാറാണെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. മാത്രം മുസ്ലിം ലീഗ് അവർക്ക് ആവശ്യപ്പെട്ട സീറ്റുകളൊക്കെ തന്നെ നൽകാനും അത് ചില സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറാനുമൊക്കെ ധാരണയായിട്ടുണ്ട്. അതുപോലെ എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ഒരുപക്ഷെ മുസ്ലിം ലീഗ് തന്നെ തുടർന്നും അവർ കൈവശം വയ്ക്കാനാണ് സാധ്യത. ഇവിടെ നേരത്തെ കോൺഗ്രസ്സിന് ഈ സീറ്റിൽ നോട്ടമുണ്ടായിരുന്നു എങ്കിൽ പോലും ഒരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗുമായിട്ടുള്ള ഏറ്റവും നല്ല ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഈ കാര്യത്തിൽ ഇപ്പോഴും ഒരു കോംപ്രമൈസിന് തയ്യാറായി കഴിഞ്ഞു കോൺഗ്രസ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ ശരിക്കും ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ നിലപാടുകൾ തന്നെയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് കേരള കോൺഗ്രസിൻ്റെ മാണി വിഭാഗം, ജോസ് കെ മാണി വിഭാഗം LDFിൽ അപ്പോഴേക്കും ചേർന്ന് കഴിഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അന്ന് 10 സീറ്റുകളാണ് ജോസഫ് ഗ്രൂപ്പിന് ലഭിച്ചത്. പക്ഷേ വിജയിച്ച എത്ര സീറ്റുകളാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. ഇക്കുറിയും കടുത്തുരുത്തിയും തൊടുപുഴയും ഒക്കെ തന്നെ ജോസഫ് ഗ്രൂപ്പിന് വിജയസാധ്യത ഉണ്ട് എങ്കിൽ പോലും മറ്റ് എത്ര സീറ്റുകൾ അവർക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കോൺഗ്രസ്സിന് ആശങ്കയുണ്ട്. മാത്രമല്ല ഇക്കുറി 10 സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളതും. കോൺഗ്രസ്സിലെ പ്രധാനപ്പെട്ട പല നേതാക്കൾക്കും, അതായത് കോട്ടയം ഇടുക്കി ജില്ലയിലെ പല നേതാക്കൾക്കും എത്രയോ വർഷമായി മത്സരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. കാരണം സീറ്റുകളെല്ലാം തന്നെ കേരള കോൺഗ്രസിന് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും 1-2 സീറ്റുകൾ മാത്രമായിരിക്കും കോൺഗ്രസ്സിന് ലഭിക്കുക. അത് നേരത്തെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ട്, അങ്ങനെ വളരെ പ്രമുഖരായ മുതിർന്ന നേതാക്കൾക്ക് ആ സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ട അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അപ്പുറത്തായ സ്ഥിതിക്ക് കോട്ടയം ഇടുക്കി ജില്ലകളിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പലർക്കും മത്സരിക്കാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. പക്ഷേ ജോസഫ് ഗ്രൂപ്പ് ഒട്ടും വഴങ്ങുന്ന ലക്ഷണവുമില്ല. മാത്രമല്ല ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു 6 സീറ്റ് വരെ നൽകാം എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് സമ്മതിച്ചിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നു. ഒപ്പം പി ജോസഫിന് രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് പറയപ്പെടുന്നു. പി ജോസഫിൻ്റെ മകൻ അബു ജോസഫിന് തൊടുപുഴ സീറ്റ് തന്നെ നൽകാൻ അവർ നീക്കം നടത്തുന്നുണ്ട്. അതല്ലെങ്കിൽ അബുവിന് പിന്നെ വിജയസാധ്യതയുള്ള മറ്റ് സീറ്റുകളൊന്നും തന്നെയില്ല. ഇതൊരു നല്ല ഫോർമുലയാണ്. പക്ഷേ ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് അവർ 10 സീറ്റ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ അത് കോൺഗ്രസിനെ ഒരു വിധത്തിലും ബാധിക്കുകയില്ല എന്ന് തന്നെയാണ് പൊതുവെ കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. കാരണം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പോലെ അത്രയും ശക്തമായൊരു ആഴത്തിലുള്ള വേരോട്ടം ജോസഫ് ഗ്രൂപ്പിന് മധ്യ തിരുവിതാംകൂറിൽ ഇല്ല എന്നുള്ളത് നിഷേധിക്കാനാവാത്ത ഒരു കാര്യം തന്നെയാണ്. അതൊരു ഏറ്റുമാനൂർ ഇടുക്കിയൊക്കെ പോലെയുള്ള പല സീറ്റുകളും തങ്ങൾക്ക് വേണമെന്നുള്ള ആവശ്യം കോൺഗ്രസ് ഇപ്പോഴേ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിലെ ഇത്രയും നാൾ സീറ്റ് കിട്ടാത്ത, പാർട്ടിക്ക് വേണ്ടി എത്രയോ വർഷങ്ങളെ കഷ്ടപ്പെടുന്ന നിരവധി നേതാക്കന്മാർക്ക് ഇതിലൂടെ ഒരു സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയാണ് കോൺഗ്രസ് കാണുന്നത്. ഏതായാലും ജോസഫ് ഗ്രൂപ്പിൻ്റെ ഈ വിരട്ടലൊന്നും കോൺഗ്രസിനെ പേടിപ്പിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നൊരു കാര്യം, മേഖലാ യാത്രകളൊക്കെ തന്നെ ക്യാപ്റ്റനായി ഉണ്ട് എങ്കിൽ പോലും ജോസ് കെ മാണി ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ UDFിനോട് വന്നുകൂടായികയില്ല എന്നുള്ള സാധ്യത ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള പല പ്രബല സമുദായ സംഘടനകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ജോസ് കെ മാണിക്ക് ഒരുപക്ഷെ UDFിൽ ചേരേണ്ടി വരും എന്നുള്ള അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വളരെ കണക്കൂട്ടലോടുകൂടി തന്നെയാണ് നീങ്ങുന്നത്. മാത്രമല്ല ഇപ്പോൾ മുന്നണിയിലെത്തിയ CK ജാനുവിന് സീറ്റ് നൽകേണ്ടതില്ല. അതൊരു ഫോർവേഡ് ബ്ലോക്കിലെ G ദേവരാജനൊന്നും തന്നെ സീറ്റ് നൽകാൻ തൽക്കാലം അവർ ഉദ്ദേശിക്കുന്നില്ല. പരമാവധി കോൺഗ്രസിനും ലീഗിനും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനും സീറ്റുകൾ നൽകി മത്സരിച്ച് അതിലൂടെ ഭരണം തിരികെ പിടിക്കുക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യം മുൻനിർത്തിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മുന്നണി വിട്ടുപോയാൽ പോലും ഒരു പരിധി വരാതെ തന്നെ UDFിൻ്റെ വിജയത്തെ ബാധിക്കുകയില്ല എന്നവർക്കറിയാം. ജോസഫ് ഗ്രൂപ്പിന് ഇപ്പോൾ തന്നെ ഒരു MP ഉണ്ട്, അതുപോലെ MLA മാരുണ്ട്. നാളെ ഈ 10 സീറ്റ് എന്നുള്ളത് പകരം 5-6 സീറ്റ് കൊടുത്താലും ഒരുപക്ഷെ പിന്നീട് ഒരു ഒത്തുതീർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ജോസഫ് ഗ്രൂപ്പ് വഴങ്ങാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അബു ജോസഫിന് നിയമസഭയിലേക്ക് എത്താനുള്ള ഒരു അവസരം ഇതിലൂടെ ഒരുങ്ങുമെന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ മത്സരമാണ് ഇത്. എന്ത് വില കൊടുത്തും ഇത്തവണ തിരഞ്ഞെടുപ്പിന് ജയിച്ചില്ലെങ്കിൽ ഈ 15 വർഷം പോയി പ്രതിപക്ഷത്തിരിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അത് ആത്മഹത്യാപരമായി മാറുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെയാണ് ലീഗിൻ്റെ അവസ്ഥയും. അതുകൊണ്ട് ഈ 2 പാർട്ടികളും ഒരുമിച്ച് ശക്തമായി മുന്നേറിയാൽ തങ്ങൾക്ക് അധികാരം പിടിക്കാം എന്ന് തന്നെയാണ് UDF പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്.